ദൈവങ്ങള്. ഇപ്പൊ ഭൗതിക ലോകത്തിലേക്കാണ് ദൈവങ്ങളുടെ ആവശ്യം. ആത്മീയ ലോകത്തിലെ ദൈവങ്ങളുടെ ആവശ്യമില്ല. അവിടെ ആര് മാത്രം മതി? ഭഗവാൻ മാത്രം മതി. ഭഗവാന്റെ ആവശ്യമില്ല. കാരണം അവിടെയുള്ളവരൊക്കെ സെൽഫ് കൺട്രോൾഡ് ആണ്. എവിടെ? ആത്മീയ ലോകത്തിലുള്ളവരെല്ലാം സെൽഫ് കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ആരും വേണ്ട, അവരെ നിയന്ത്രിക്കാൻ ആരുടെ ആവശ്യമില്ല. പക്ഷെ ഭൗതിക ലോകത്തിൽ പുറത്തുനിന്ന് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ ആള് വേണം. കാരണം അത് സെൽഫ് കൺട്രോൾ അല്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഭൗതിക ലോകത്തിലെല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അതുകൊണ്ട് എല്ലാവരും നിയന്ത്രിക്കാൻ ഒരാൾ വേണം. പക്ഷെ ആത്മീയ ലോകത്ത് എല്ലാവരും സെൽഫ് കൺട്രോൾ ആണ്, സ്വയം നിയന്ത്രിതാക്കളാണ്. അവരെ നിയന്ത്രിക്കാൻ ആരും ആവശ്യമില്ല. അവർക്ക് അവരെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ആത്മീയ ലോകത്തില് ഭഗവാൻ മാത്രം മതി. ഭൗതിക ലോകത്തിലാണ് ദൈവങ്ങളുടെ ആവശ്യം. ഈ ഭൗതിക ലോകം മൊത്തം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാത്തതും എത്ര ശതമാനം? ലെസ് ദാൻ 23%. സൃഷ്ടിക്കപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ആത്മീയ ലോകം, സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം. അപ്പോ മാനിഫെസ്റ്റഡ് അൺമാനിഫെസ്റ്റഡ്, സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാത്തതുമായിട്ടുള്ള മൊത്തത്തില് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. കാരണം സൃഷ്ടിക്കപ്പെട്ടതിന് എന്തുണ്ട്? നാശമുണ്ട്. ഇപ്പൊ തുടക്കമുള്ളതിനെല്ലാം ആദ്യന്തബന്ധീകൗന്ദര്യം മതേശ്വരമുദയുതഃ, തുടക്കമുള്ളതിനെല്ലാം എന്തുണ്ട്? അന്ത്യമുണ്ട്. ഈ ഭൗതിക ലോകത്തിന് അന്ത്യമുണ്ട്. ഓക്കെ, എന്താ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനൊക്കെ ബന്ധം അവസാനമുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് ടിപ്സ് തരുന്നു. എന്താ ഭൗതിക ലോകം, ആത്മീയ ലോകം, ഭഗവാൻ ആരാണ്, ദൈവികോട് ആരാണ്. ഓക്കെ, വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തഭാവം പരം വിശ്വം ഏനേദം സ്മൃതാം. വാസുദേവേ ഭഗവതി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഓൾ പെർവേഡിങ് എന്ന് വെച്ചാൽ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവതി, സാക്ഷാൽ ഭഗവാൻ. തദ്ഭക്തേഷു ച സാധുഷു, സാധുക്കളിൽ ഉത്തമ ഭക്തൻ ആരാണ്? അവനെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പോകും. ആരാണ്? അംബരീഷ മഹാരാജ. അപ്പൊ തദ്ഭക്തേഷു സാധു, സാധുക്കളിൽ ശ്രേഷ്ഠ ഭക്തനായിട്ടുള്ള അംബരീഷിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ സംസാരിക്കാൻ പോകുന്നത്. പ്രാപ്തഭാവം പരം വിശ്വം, ആ ഭക്തിഭാവം പ്രാപിക്കുന്നതിലൂടെ പരം വിശ്വം, പരവിശ്വം പറഞ്ഞാൽ അംബരീഷ മഹാരാജാവ് ഈ വിശ്വം മുഴുവൻ ഒരു രാജാവായിരുന്നു. ഇപ്പൊ 168 രാജ്യങ്ങളുള്ളതില് 168 രാജാക്കന്മാരാണ്. പക്ഷെ അന്ന് കാലത്ത് ഒരു രാജാവ് ആരാണ്? ശ്രീ അംബരീഷ മഹാരാജ്. അതാണ് മഹാരാജ് എന്ന് വെച്ചാൽ ഫുൾ ഈ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഒരു രാജാവ്. സ്മൃതാം, എന്താണ് ആ അത്രയും ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന അംബരീഷന് ഏനം എന്ന് വെച്ചാൽ ഈ ഏനതം, ഈ വിശ്വം മുഴുവൻ എന്തായിരുന്നു? ലോസ്ത്രവത് എന്ന് വെച്ചാൽ ഒരു കല്ലിന്റെ സമാനമാണ്, ഒരു സാധാരണ കല്ലിന്റെ സമാനമാണ്. ലോസ്ത്രവത് സ്മൃതാം. അപ്പോ അത് ഈ അംബരീഷിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ? ഇത്രയും വലിയ സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമി മുഴുവനും ഒരു ചെറിയ സാധാരണ കല്ലിന്റെ തുല്യമായിട്ട് വില കൽപ്പിക്കാൻ എന്ത് സംഭവിച്ചെന്നുള്ളതാണ്. അതാണ് ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്താണ്? ഗോഡ് കോൺഷ്യസ്നസ്. എങ്ങനെയാണ് അംബരീഷൻ ഒരു കൃഷ്ണ അവബോധത്തിൽ ജീവിച്ചു? പ്രോപ്പർ. അതുകൊണ്ടാണ് ഈ ഇസ്കോൺ എന്ന് പറയുന്നതിന് ഒരു ഇന്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധം എന്നൊരു പേര് വയ്ക്കാനുള്ള കാരണം എന്താണ്? അത് ഭാഗവതം ആസ്പദമാക്കിയിട്ടാണ് പ്രോപ്പർ പേര് വെച്ചത്. എന്തുകൊണ്ട് കൃഷ്ണ അവബോധം? ഭക്തി എവിടെയാണുള്ളത്? അവബോധത്തിലാണുള്ളത്. അല്ലാതെ പുറമേയുള്ള വസ്തുക്കളിലല്ല ഭക്തി. അങ്ങനെ ഭക്തി സിദ്ധിച്ച ഒരു മഹാഭക്തന്റെ കാര്യം അപ്പൊ നമുക്ക് മനസ്സിലാവാൻ എന്താണ് ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവണം. എന്ത് മനസ്സിലാവണം? നമുക്കും ഭക്തരായി ജീവിക്കാം. അതാണ് ഇന്നത്തെ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ടുപോകാനുള്ളത്. എന്താണ്? നമുക്ക് അംബരീഷിനെ കണ്ടു പഠിക്കാം. അംബരീഷൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നമുക്ക് ഭക്തനായി ജീവിക്കാം. അപ്പൊ ഇപ്പൊ ഭക്തനല്ലേ നമ്മള്? അല്ല. എന്നുവെച്ചാൽ ഭക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും ഭക്തരായിട്ടില്ല. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്
അംബരീഷന്റെ മാനസികാവസ്ഥ എന്താണ്? അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികാവസ്ഥയാണ് അല്ലെ, ബോധാവസ്ഥയാണ്. അപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ ബോധാവസ്ഥയാണ്. ചില ആൾക്കാർ ഈസി ആയിട്ട് എടുക്കും, ചിലർ സീരിയസ് ആയിട്ട് എടുക്കും. പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ ബോധം അനുസരിച്ചാണ് അവരെന്താ ചെയ്യാൻ, പ്രതികരിക്കുക അല്ലെ. ഈ ഭൂമിയിൽ അവർ പ്രതികരിക്കുന്ന എങ്ങനെയാണ്? അവരുടെ ബോധം അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ അംബരീഷ മഹാരാജാവിന്റെ ബോധം എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എങ്ങനെ അങ്ങോട്ട് പ്രതികരിച്ചു? ഒരു സാഹചര്യം അങ്ങോട്ടുണ്ടായി, നമുക്കുണ്ടാകുന്ന പോലെ തന്നെ അങ്ങോട്ട് ചില സാഹചര്യങ്ങളുണ്ടായി. ആ സാഹചര്യത്തിന് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് റെസ്പോണ്ട് ആൻഡ് റിയാക്ട്. എന്നുവെച്ചാൽ നമുക്ക് ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രതികരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റെസ്പോണ്ട് എന്ന് പറയുന്നത് എന്താണ് മലയാളമായിട്ട്? അല്ല, റിയാക്ട് പറഞ്ഞാൽ എന്താണ്? പൊട്ടിത്തെരിക്കുക. ഓക്കെ, ശരി, പൊട്ടിത്തെരിക്കാന്ന് വെക്കാം. റിയാക്ട് പറഞ്ഞാൽ പൊട്ടിത്തെരിക്കുക, റെസ്പോണ്ട് പറഞ്ഞാൽ പ്രതികരിക്കുക. എങ്ങനെ പ്രതികരിക്കണോ അല്ലെങ്കിൽ വിസ്ഫോടനം പോലെ പൊട്ടിത്തെരിക്കണം എന്നുള്ളതാണ്. പൊതുവെ നമ്മളെല്ലാം പൊട്ടിത്തെരിക്കാൻ ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനോട് പ്രതികരിക്കണം? ഒരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ അതെങ്ങനെ, അത് നമ്മുടെ ബോധം അനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പൊ അംബരീഷനാണ് ഇന്നത്തെ കഥാപാത്രം. പരീക്ഷിത് മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കാണ് ഈ ശ്ലോകത്തിന് മുമ്പില്. പരീക്ഷിത് മഹാരാജാവ് ആരാണ്? നാഭാഗ എന്ന് പറഞ്ഞ രാജാവിന്റെ പുത്രനാണ്. അപ്പൊ നാഭാഗ രാജാവിന്റെ പുത്രനായിട്ടുള്ള ഈ അംബരീഷിനെ കുറിച്ച് പരീക്ഷിത് ചോദിക്കാണ്, ഈ മഹാരാജാവിനെ കുറിച്ച് എനിക്ക് അറിയണം, പരമഭക്തനാണെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ ചരിത്രം അറിയണം എന്ന് പറയുന്ന സമയത്താണ് ആ അംബരീഷിനെ കുറിച്ച് പറയുന്ന ശുഗപരമ്പരീഷിയുടെ ആദ്യത്തെ ശ്ലോകമാണിത്. വാസുദേവേ ഭഗവതി. കാരണം എന്തുകൊണ്ടാണ് ഈ പരീക്ഷത്തിന് വെച്ചാൽ ആ ഭഗവാൻ വാസുദേവന്റെ പരമഭക്തനാണ് എന്നുള്ള അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബാക്കിയെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി, നമുക്കെല്ലാം അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇവിടെ ആദ്യമേ അംബരീഷിന് സർട്ടിഫിക്കറ്റ് എന്താണ്? ഭക്തനാണ്. ഭക്തേഷു സാധുഷു. എങ്ങനെയാണ്? സാധുക്കളിൽ വെച്ച് തികഞ്ഞ ഒരു ഭക്തനാണ്. അപ്പൊ ഭക്തന്മാരിൽ വെച്ച് നല്ല ഭക്തനാണ്. എന്താണ് അങ്ങൊരു സിദ്ധിച്ച മനോഭാവം? പ്രാപ്തഭാവം. എന്ത് മനോഭാവമാണ് ഈ ഭക്തി കൊണ്ട് ആൾക്കുണ്ടായത്? പരം വിശ്വം ഏനതം ലോസ്ത്രവൽ. എന്നുവെച്ചാൽ ഈ വിശ്വം മുഴുവനും ഞാനാണ് ഭരിക്കുന്നതെങ്കിലും അത് മുഴുവൻ ഒരു തുച്ഛമായ ഒരു കല്ലിന് സമാനമായി കാണാനുള്ള വലിയ മനസ്സുണ്ട് ആൾക്ക്. നമ്മളാണെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കോ? ഇല്ലല്ലോ. അതായത് ആ ചിന്തയ്ക്ക് അടിമപ്പെടുകയാണ് ആര്? സാധാരണ ജനങ്ങള് ആ സാഹചര്യം, ഞാൻ രാജാവാണ് എന്ന ആ ചിന്തയ്ക്ക് അടിമപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ശിക്ഷിക്കാം, അല്ലെങ്കിൽ എനിക്ക് മറ്റവരെ ഉപദ്രവിക്കാം, ഞാൻ സർവാധിപതിയാണ് എന്നുള്ളൊരു നിത്യമായ ഒരു അഭിമാനം വരുന്നതുകൊണ്ട് അവർ മറ്റവരെ ഉപദ്രവിക്കുന്നു. പക്ഷെ ഈ അംബരീഷ് എന്താ ചെയ്യുന്നത്? തന്റെ ഉയർന്ന സ്ഥാനം 7 ദ്വീപങ്ങളും ഭരിക്കുന്ന സമയത്ത്, 7 ദ്വീപുകളായിരുന്നു ഈ വിശ്വം മുഴുവനും അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 7 ദ്വീപുകളും താനാണ് സർവാധിപതിയായിട്ട് ചക്രവർത്തി എന്ന് അറിയാം, അത് തന്നെയാണ് സത്യവും. എന്നാലോ ആ ഒരു ചിന്ത പോലും മനസ്സിലില്ലാതെ ഒരു സാധാരണ എന്താ പറയാ, ഒരു സാധാരണ കല്ലിന് സമാനമായി ഈ സർവ്വ അധികാരം കണ്ടുകൊണ്ട് അത്രയും ഉയർന്ന ബോധത്തിൽ എന്തുകൊണ്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്തുകൊണ്ട് എത്താൻ സാധിച്ചു? കാരണം ഞാനല്ല ഇതിന്റെ സർവാധിപതി, വാസുദേവനാണെന്ന് പരമബോധ്യം വന്നുകൊണ്ടാണ് ഇതെന്തായി തോന്നിയത്? ഇതൊരു സാധാരണ കല്ലിൽ സമാനമായി തോന്നാൻ കാരണം എന്താണ്? ആ ഉയർന്ന ഭക്തിയാണ്. കാരണം ഉയർന്ന ഭക്തന്മാർ എപ്പോഴും വിചാരിക്കും ഞാനല്ല എന്ന ഉടമസ്ഥൻ. നമുക്കൊരു വീടുണ്ടായിട്ട് പോലും നമ്മൾ എന്തോ ഒരു അഹങ്കാരാണല്ലേ. എന്നിട്ട് ഈ വിശ്വം മുഴുവനും ഉടമസ്ഥനായിരുന്ന അംബരീഷൻ ചിന്തിക്കുകയാണെങ്കിൽ എന്റേതല്ല,
അവിടെയാണ് ഈ മനസ്സുകൊണ്ട് ഉയരുന്നത്. സങ്കല്പം മാത്രമല്ല അതായി തീരുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇത് എനിക്ക് വേണ്ട, ഈ എന്താ പറയാ, കിട്ടാത്ത പഴം പുളിക്കുമെന്ന് പറയുന്ന പോലെ കുരങ്ങന്റെ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ അതാണ് ഉള്ളത്. പക്ഷെ അതല്ലാതെ അംബരീഷിനെ പോലെ എല്ലാം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ കഴിവും, എല്ലാം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ഒരു ആസക്തിയും അതിൽ കൂടാതെ, ഞാനൊരു ചക്രവർത്തിയാണെന്ന് പോലും ചിന്തയിൽ അഹങ്കാരം കൂടാതെ, അതൊരു സമാനമായിട്ട്, ഒരു കൽ സമാനമായി ചിന്തിക്കാതെ ഉയർന്ന മനസ്സ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സുബ്രഹ്മണ്യർഷി പറയുന്നുണ്ട് ഈ അംബരീഷിനെ കുറിച്ച് പറയുകയാണ്, എങ്ങനത്തെ ഭക്തനാണ് ഈ അംബരീഷൻ. സവൈമന കൃഷ്ണ പദാരവിന്ദയോ, ആ അംബരീഷിന്റെ മനസ്സ് മുഴുവനും എല്ലായ്പ്പോഴും ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണ് സ്മരിക്കുക. സവൈ കൃഷ്ണ മന പദാരവിന്ദയോ, മനസ്സ് മുഴുവൻ കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. രണ്ടാമത് വാസാംശി വൈകുണ്ഠ ഗുണാനുവർണ്ണനയിൽ, വാസാംശി പറഞ്ഞ എന്താ, വാചം, വാക്ക് മുഴുവനും, വൈകുണ്ഠ ഗുണാനുവർണ്ണന, ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയാണ്. മനസ്സ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെയും, വാചം എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്ന ആരെ കുറിച്ചാണ്, വൈകുണ്ഠ ഗുണങ്ങളെ കുറിച്ചാണ്. വൈകുണ്ഠത്തിൽ ആരാ ഉള്ളത്, വിഷ്ണു. ആ വിഷ്ണുവിനെ കുറിച്ചാണ് എല്ലായ്പ്പോഴും വാചാലനാവുന്നത്. കരോ കരേർ മന്ദിർ മാർജനാദിഷു, കരങ്ങൾ കൊണ്ട്, തന്റെ കൈകൾ കൊണ്ട് എപ്പോഴല്ല ഹരിയുടെ മന്ദിർ എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങള് മാർജിനാദിഷു എന്ന് വെച്ചാൽ അതിനെ തുടക്കിയ വൃത്തിയാക്കാം. മാർജനം, നിർമാർജനം എന്ന് പറഞ്ഞാൽ എന്താ, അമ്പലങ്ങള് രാജാവാണ് ചെയ്യുന്ന പണി. നമ്മളിവിടെ പാത്രം കഴിഞ്ഞ മാതാജിമാർ പലരും കഴിയാറില്ല. കാരണം എന്താണ്, അത് നമുക്ക് നമ്മൾ വൈറ്റ് കളർ ജോബാണ്. കൗൺസിലർ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം, അവിടെ പോയിട്ട് നിർമാർജനം ചെയ്യാം. പക്ഷെ അംബരീഷൻ പറയുന്നത് എന്താണ്, കൈകൊണ്ട് അമ്പലം വൃത്തിയാക്കാണ് ഈ മഹാരാജാവ്. സ്മൃതി ചാക്രച്യുതാ സത്കഥോ യഥാ, സ്മൃതി പറഞ്ഞ എന്താണ്, എപ്പോഴും മനസ്സുകൊണ്ട്, ശ്രുതി മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എപ്പോഴാണ്, അച്യുതന്റെ കഥകളെ കുറിച്ചാണ്, ഭഗവാന്റെ കഥകളെ കുറിച്ചാണ്. മുകുന്ദലിംഗാലയ ദർശനം ദർശ എന്ന് വെച്ചാൽ ദൃശ്യം എന്ന് പറഞ്ഞ കാലുകൾ എന്താ ചെയ്യുന്നത്, മുകുന്ദ ലിംഗാലയ ദർശനം, ഭഗവാന്റെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് നടക്കുന്നത്. ആ കാല് എന്തിനാ ഉപയോഗിക്കുന്നത്, ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കാലുകൊണ്ട് നമ്മൾ എവിടേക്കൊക്കെ പോവാം, സിനിമയ്ക്ക് പോവാം, ക്ലബിൽ പോവാം, പൂരത്തിന് പോവാം, ഒക്കെ പോവാം. പക്ഷെ ഈ മഹാരാജ എന്താ വെച്ചാൽ മുകുന്ദ ലീലായ എന്ന് വെച്ചാൽ ലിംഗാലയ ദർശനം, ഭഗവാന്റെ തിരുമൂർത്തി ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ പാദങ്ങൾ ഉപയോഗിക്കുന്നത്. തത്പ്രത്യ ഗതാസ്പർശ അംഗസംഗമം എന്ന് വെച്ചാൽ തന്റെ ശരീരം കൊണ്ട് എന്താണ്, ഭക്തന്മാരുടെ സംഘം എവിടെയൊക്കെ ഉണ്ടോ, അതായത് ഗാത്രസ്പർശ എന്ന് വെച്ചാൽ തന്റെ ഈ കൈകൾ ശരീരം കൊണ്ടെല്ലാം എപ്പോഴും എന്താണ്, അംഗസംഗമം എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ കൂടെ സംഘം ചേർന്ന് സേവനം ചെയ്തായിരുന്നു. ഗ്രാണം ചതത്പാദ സരോജ സൗരഹം, ഗ്രാണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മൂക്ക് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വാസന നമുക്ക് മൂക്കിൽ അപ്പം ഈ ഗ്രാണനം പറഞ്ഞാൽ മനസ്സ് ഒരു സുഗന്ധം എന്താണ്, എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച സരോജ സൗരഭം എന്ന് വെച്ചാൽ ഭഗവാന് അർപ്പിച്ച പുഷ്പങ്ങളില്ല, അതിന്റെ മണം. നമ്മൾ അതുകൊണ്ട് ആ പുഷ്പം മണത്ത് നോക്കണം നമ്മൾ പൂജ കഴിഞ്ഞാല്, അല്ലെ. എന്നുവെച്ചാൽ മൂക്കള്, ആ മൂക്കൊണ്ട് മണക്കേണ്ട എന്താണ്, ഭഗവാന്റെ അർപ്പിച്ച പുഷ്പങ്ങളുടെ ഗന്ധമാണ്. ശ്രീമദ് തുളസ്യാരസനം അർപ്പിതം. അതുപോലെ നമുക്ക് രുചിക്കാൻ നാവിൽ എന്താണ് രസനം, നാവിൽ രുചിക്കാൻ എന്ത് വേണം, ആ ഭഗവാൻ അർപ്പിച്ച തുളസി നമുക്ക് കഴിച്ച് ആ നാവിനെ സന്തോഷിപ്പിക്കാം. ഇങ്ങനെ എല്ലാം കൊണ്ട് ഈ അംബരീഷൻ എത്ര വലിയ ഭക്തനാണ് എന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പാദൗഹരേ ക്ഷേത്ര പാദാനുസർപ്പണം എന്ന് വെച്ചാൽ അതായത് പാദം കൊണ്ട് ഹരിക്ഷേത്രം ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. ശിരോ ഋഷികേശ പാദ അഭിവന്ദനം. ശിരസ് കൊണ്ട് പറഞ്ഞാൽ ഈ തല കൊണ്ട് എന്താ ഗുണം, പലപ്പോഴും നമുക്ക് തല കൊണ്ട് ഹെഡ് വെയിറ്റ് ആണ് വരിക, അല്ലെ, ഹെഡ് ആൻഡ് ഹെഡ് വെയിറ്റ്. പക്ഷെ ഇവിടെ എന്താണ്, ശിരോ ഋഷികേശ പാദ അഭിവന്ദനം എന്ന് വെച്ചാൽ എപ്പോഴും ഈ ശിരസിന്റെ ഉദ്ദേശം എന്താണ്, ഭഗവാനെ വന്ദിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ് അത്ര ഈ ശിരസ്. അപ്പൊ കാമചതാശ് നതു കാമ കാമായ
മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് കാമമുണ്ട്, അത് വേണം ഇത് വേണം, അങ്ങനെ വെട്ടിപ്പിടിക്കും, ഇയാൾ അങ്ങനെ നമുക്ക് ചെയ്യണം, ഞാൻ വലിയ ആളാണ്, അങ്ങനെയുള്ള കാമങ്ങളുണ്ടല്ലോ, ആഗ്രഹങ്ങൾ. ഇതെല്ലാം ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യും, ആ സേവനം ചെയ്യും, ഈ സേവനം ചെയ്യും, ഭഗവാനെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഈ കാമങ്ങളെല്ലാം ഭഗവാനെ സേവിക്കാൻ വേണ്ടി അർപ്പിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യാം, ആത്മീയവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ ഭൗതിക ലോകത്ത് നമുക്ക് വേണ്ടി വെട്ടിപ്പിടിക്കുന്ന ആ ഒരു ചിന്ത വിട്ടിട്ട് ഭഗവാന് വേണ്ടി ചെയ്താൽ ഈ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ആഗ്രഹങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. അതായത് ശൂന്യവാദ സന്യാസികൾ എന്താ പറയുന്നത്, ആഗ്രഹമില്ലാത്തൊരവസ്ഥയ്ക്ക് പോകണം, ഒന്നും ആഗ്രഹിക്കുക, ശൂന്യമായിരിക്കണം, അപ്പോൾ ആനന്ദം കിട്ടുക. ആനന്ദമല്ല, ഭ്രാന്ത് പിടിക്കും. മനസ്സിന് ഒരിക്കലും ശൂന്യതയിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം മനസ്സിന്റെ അവസ്ഥ എന്താണ്, തിങ്കിങ്, ഫീലിംഗ്, ഫീലിംഗ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിന്തിക്കുന്നത് നല്ലതായി ചിന്തിക്കുക, അതാണ് ഇനി ഏകമാർഗം. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, ഭൗതിക ആഗ്രഹങ്ങളെല്ലാം നമ്മൾ എങ്ങനെ ചിന്തിക്കാം. നമ്മളിപ്പോ പൈസ ഉണ്ടാക്കണം, ഓ ശരി, ഞാൻ കൃഷ്ണന് വേണ്ടി പൈസ ഉണ്ടാക്കും, ആഗ്രഹിച്ചോ. ഞാൻ വീടുണ്ടാക്കും, ആർക്ക് വേണ്ടി, കൃഷ്ണന് വേണ്ടി വീടുണ്ടാക്കും, ഓ വാങ്ങിച്ചോ. എന്നുവെച്ചാൽ ആ കൃഷ്ണന് റീഡയറക്ടിങ് ഡിസൈർ ടു കൃഷ്ണ. അതായത് നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം എവിടേക്ക് തിരിച്ചുവിടണം, ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ഇതേ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യും, എന്താ ചെയ്യാം, സ്പിരിച്വലൈസ് ദ ഡിസയർ. ആത്മീകവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം. ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമില്ല, സ്പിരിച്വലൈസേഷൻ ഓഫ് ഡിസയർ. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല, ആഗ്രഹങ്ങൾ വേണം. പക്ഷെ അതിന് എന്ത് ചെയ്യണം, പരിശുദ്ധമാക്കുക ആഗ്രഹങ്ങളെ. എന്നുവെച്ചാൽ ഭഗവാനെ വേണ്ടിയിട്ട് ചിന്തിക്കാൻ ഈ ആഗ്രഹങ്ങളെല്ലാം റീഡയറക്ട് ചെയ്യും, എന്ന് വെച്ചാൽ അതിലേക്ക് തിരിച്ചുവിടാം. അങ്ങനെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ദോഷമില്ല. അത് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മോക്ഷം കിട്ടും. പിന്നെ ഈ ബന്ധപ്പാടുകളൊന്നുമില്ല. അപ്പോ ഇതെല്ലാം ആത്മീകമായിട്ടുള്ള ഈ മനസ്സിലെല്ലാം നമുക്ക് എവിടെ റീഡയറക്ട് ചെയ്യുന്നത്, ഈ മോക്ഷപ്രാപ്തി. അപ്പൊ ഇത് യഥാ ഉത്തമ ശ്ലോകം ജനാശ്രയാരതി, ഇങ്ങനെ ഉത്തമ ശ്ലോക ജനങ്ങളുണ്ടല്ലോ, ഭക്തന്മാരോട് ആശ്രയിച്ച് ഈ ഭക്തിഭരിതമായിട്ടുള്ള ഈ മനോഭാവത്തിലെത്തി അംബരീഷ മഹാരാജ്. അപ്പോ തന്റെ ജീവനം, അവയവങ്ങൾ, ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന ഈ മഹാഭക്തനെ കുറിച്ചുള്ള ജീവിത ചരിത്രമാണ് ഒരു സംഭവം. എന്ത് സംഭവം? ഇനിയാണ് നമുക്ക് കഥയിലേക്ക് കടക്കുന്നത്. ഇത് ഇത്ര നേരം പറഞ്ഞ ആരെ കുറിച്ചാണ്? ഇത് അംബരീഷിന്റെ മഹാത്മ്യത്തിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. എന്ത് മഹാഭക്തനാണ്, ആരാണ് ഈ അംബരീഷൻ? സുഖപ്രദീഷ് ആദ്യം തന്നെ ഒരു അഭിമുഖം, അംബരീഷിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ആരാണ് അംബരീഷൻ? അടുത്ത ശ്ലോകം പറയുന്നുണ്ടാ, ഇനി ഒരു രണ്ട് ശ്ലോകം കൂടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ സംഭവത്തിലേക്ക് പോകാം. എന്താ സംഭവം? ദുർവാസർ വരുന്ന ഒരു സംഭവമാണ് ഭാഗവത്തിൽ വിശദീകരിക്കുന്നത്. 2ാം സ്കന്ധത്തിൽ 8-5 പറയുന്നുണ്ട്, പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനം ഭാവസരോരുഹം ധുനോതി സമലം കൃഷ്ണഃ സലിലശ്യദാസരത്. അതായത് ഒരു വ്യക്തിക്ക്, ഒരു സാധാരണ മനുഷ്യന് പരിശുദ്ധനാകാൻ ഒറ്റ ഒരു മാർഗമാണ്. എന്താണ്? പ്രവിഷ്ടക കർണരന്ധ്രേണ. അതായത് ഈ ചെവിയിൽ കുറെ ഭഗവാന്റെ ഭാഗവതം കേൾക്കണം എന്നാ പറയും. വേറെ ഒന്നും ചെയ്യണ്ട, ഭഗവാനെ കുറിച്ചുള്ള ഭാഗവതം കർണരന്ധ്രേണ, ചെവിയിൽ കൂടെ കേട്ടോണ്ട്. ഇതെങ്ങനെ ഭഗവാൻ എൻട്രി ചെയ്യുന്നത്? ഈ ചെവിയിൽ കൂടെയാണ്. എങ്ങനെ എൻട്രി ചെയ്യുക? കേൾക്കും തോറും ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് ചെവിയിൽ കൂടെ പ്രവേശിക്കും. കർണതന്ത്രേന ഭഗവാൻ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാ? ഹൃദയത്തിലേക്ക് വേണം പോവാൻ. ഭഗവാൻ എവിടേക്ക് പോകണം? നമ്മുടെ ഹൃദയത്തിലേക്ക് പോകണം. അപ്പോ അത് എൻട്രി എവിടെയാണ്? ഡോറ് ചെവിയാണ്. നേരെ പോവില്ല. അങ്ങനെ ഇവിടെ ബ്ലോക്കാണ്, ഇവിടെ പോവില്ല. ഭഗവാనికి നേരിട്ട് ഹൃദയത്തിൽ കയറാൻ പറ്റില്ല. അപ്പൊ ചെവിയിൽ കൂടെ കയറാൻ എന്താ മാർഗം? ശ്രവണാദി ഭക്തി. അപ്പോ ഈ ശ്രവണ ഭക്തി എന്ന് വെച്ചാൽ കേട്ട് ശ്രവണം, കീർത്തനം, സ്മരണം, ഇത് മൂന്നും വളരെ അന്യോന്യം ബന്ധമുള്ളതാണ്. അപ്പോ സ്മരണാദി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും ചിന്തിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. കേൾവി കുറയുമ്പോൾ സ്മരണയും കുറയും. അതുകൊണ്ട് കേൾക്കുക എന്നുള്ളത്
അനിവാര്യമാണ്. ഡെയിലി കേൾക്കണം, ദിവസം കേൾക്കണം. മുക്തനായാലും കേൾക്കണം. മുക്തനായവർക്ക് കേൾക്കാതിരുന്ന ഓർക്കം വയ്ക്കുക. അപ്പോ പ്രവിഷ്ട കർണരന്ധ്രേന സ്വാനൻ ഭവ സരോരുഹം. അപ്പോ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമലം കൃഷ്ണ എന്ന് വെച്ചാൽ മനസ്സ് അമലമാകും. എന്ന് വെച്ചാൽ ഒരു വേണ്ടാത്ത ചിന്തകളൊന്നും വരാതെ അങ്ങനെ സലിലസ് യഥാ ശരത്. അപ്പോ ഈ ശരത്കാലത്തിൽ എങ്ങനെ മഴ പെയ്തു കഴിയുമ്പോ ഈ കുന്നിൽ മഴ പെയ്യുമ്പോ ആ കുന്ന് കുറയാകുമ്പോ വൃത്തിയാകും. കണ്ടല്ലോ. അതായത് മഴക്കാലം കഴിഞ്ഞാല് നമ്മള് ഒരു കുന്നില് കാണുന്ന സമയത്ത് അവിടെ എല്ലാ അഴുക്കുകളും കഴുകിപ്പോയി ഇങ്ങനെ ചെറിയ നല്ല ചെടികളെല്ലാം പുഷ്പിച്ചിങ്ങനെ സുഖമായി. അപ്പൊ മനസ്സ് അതുപോലെ ഭഗവാനെ കേൾക്കുന്തോറും മനസ്സ് കഴുകി വൃത്തിയാക്കപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ അമലമായിട്ടുള്ള മനസ്സായി മാറും. അപ്പൊ അതിനെന്താ മാർഗം? ശ്രവണമാണ്. പിന്നെ പറയുന്നു 3-ാം സ്കന്ധത്തിൽ 29-13 3:29-13 സാലോക്യ സാഷ്ടി സാമിഥ്യാം സാരൂപ്യ ഏകത്വം അഭിയുക്തതാം ദിയാമാനം നഗ്രഹാന്തി വിനാമത്സേവനം ജന. എന്റെ ഭക്തന്മാരോട് ഭഗവാൻ പറയണം, എന്റെ ഭക്തന്മാർക്ക് ഞാൻ സാലോക്യം, സാഷ്ടി, സാമീപ്യം, സാരൂപ്യം, ഏകത്വം, ഈ 5 മുക്തി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവരെന്താ പറയുന്നത്? വേണ്ട, അവർക്ക് വേണ്ട. അവര് പറയുന്നത് ഇത് വേണ്ടേ വേണ്ട, ഇത് വേണ്ടാത്ത ഒരു വസ്തുവാണത്ര അവർക്ക്. ഏത് മുക്തി അവർക്ക് വേണ്ടാത്ത വസ്തുവാണ്. എന്തിന്? ധ്യായമാനം ന ഗ്രഹണന്തി വിനാ മത്സേവനം ജന. മത്സേവനം, എന്റെ സേവനം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തള്ളിക്കളയും. കാരണം എന്താണ്? അവർക്കറിയാം ഈ സേവനത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത്. ഭഗവാന്റെ സേവനം ചെയ്താൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ഇവിടെ ഏറ്റവും? അതുകൊണ്ടാണ് പ്രഭുപാദ് പറഞ്ഞു, ഡിവോഷൻ മീൻസ് ഡിവോഷൻ സർവീസ്. സേവനമാണ് നമ്മുടെ ലക്ഷ്യം, ഭഗവാന്റെ സേവനം. അല്ലാതെ ഭക്തി പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കണ്ണുടച്ചിരുന്നിട്ട് ഞാൻ അങ്ങനെ ആനന്ദം അനുഭവിച്ചു, കൃഷ്ണൻ നാമം ജപിച്ചു, കൃഷ്ണൻ ആലോചിച്ചപ്പോ എനിക്ക് കണ്ണീര് വന്നു, ഞാൻ അങ്ങനെ ആനന്ദഭരിതമായി ഒരു സേവനം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവനെ പോലെ മണ്ടനാകില്ല. കാരണം അത് പറയുന്നൊക്കെ അസത്യമാണ്. ആനന്ദം കിട്ടിയിട്ടില്ല എന്നർത്ഥം. കാരണം കിട്ടില്ല, അവർക്ക് ആനന്ദം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. സേവനം ചെയ്ത് ആനന്ദം അനുഭവിച്ചതിനെ യഥാർത്ഥ ആനന്ദം അറിയും. അല്ലാത്തതെന്ന് വിചാരിക്കും, നിത്യമായി ചിന്തിക്കും ഞാൻ ആനന്ദിക്കുന്നു. അതൊരു മെന്റൽ സ്പെക്കുലേഷൻ, അതൊരു ഊഹം മാത്രമാണ്. അതൊരു മിഥ്യാധാരണയാണ്. ഞാൻ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് മുക്തി. അപ്പൊ സാലോക്യം പറഞ്ഞ എന്താ? ഭഗവാന്റെ അതേ ലോകത്ത് സാലോക്യം, സെയിം പ്ലാനറ്റ് എന്ന് വെച്ചാൽ വൈകുണ്ഠത്തില്. സാലോക്യ മുക്തി പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ ജീവിക്കുന്ന. അപ്പൊ വൈകുണ്ഠത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും. എന്നുവെച്ചാൽ ഭഗവാൻ വൈകുണ്ഠത്തിൽ എവിടെ ഉണ്ടാവും വെച്ചാൽ അവിടെ ഒരു ഭഗവാൻ ഒരു വാസം ഉണ്ടാവും. ആ വൈകുണ്ഠവാസത്തിന്റെ നമുക്ക് അടുത്തായിരിക്കില്ല, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പൊ നമ്മള് ഡൽഹി എവിടെ, നമ്മളിവിടെ ഇരിക്കും അതുപോലെ. അപ്പൊ നമ്മള് സാലോക്യം ഒരേ ലോകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ചതുർഭുജ രൂപം ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ഒരു ചോട്ട സുദർശനചക്രം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം എന്താ? ഭഗവാന്റെ അതേ ലോകത്ത് ജീവിക്കും. സാഷ്ടി എന്ന് പറഞ്ഞ എന്താ? ഭഗവാൻ അതേപോലത്തെ ഐശ്വര്യം. ഭഗവാൻ എന്താണ് ഐശ്വര്യം? അതേപോലെ, ഒന്നും കുറവില്ല. അത്രയും ഐശ്വര്യം, സമ്പത്തിന് തുല്യമാണ് അത്ര. ഓരോ ജീവാത്മാവും തുല്യ സമ്പത്തുള്ള ആൾക്കാരാണ് അവിടെ. കമ്മ്യൂണിസം, എല്ലാവരും ഒരേപോലെ സമ്പത്തുള്ള ആൾക്കാർ. കമ്മ്യൂണിസം ഈ ഭൂമിയിൽ നടപ്പിലാകാൻ തോറ്റുപോയതിന്റെ കാരണം അതാണ്. കാരണം ഇവിടെ സാധിക്കില്ല, അവിടെ സാധിക്കും. കാരണം ഈക്വൽ പ്രോപ്പർട്ടി, ഈക്വൽ ഓപ്പുലൻസ്, എല്ലാവരും ഒരേപോലെ ഐശ്വര്യമുള്ള ആൾക്കാരാണ്, സമ്പത്തുണ്ട്. അതാണ് സാഷ്ടിക മുക്തി. അപ്പോ അതുപോലെ അവിടെയുള്ള ആൾക്കാർ, നമുക്ക് ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹം ഇതായിരിക്കും ചിലപ്പോ, ഒരേ വൈകുണ്ഠത്തിലിരിക്കും. അപ്പൊ സാലോക്യ മുക്തി തരും നമുക്ക്. സമ്പത്ത്, എനിക്ക് ഭഗവാനെ പോലെ ലക്ഷ്മിപതിയാണ്, എനിക്ക് അത്രയും സമ്പത്ത് എനിക്ക് ഉണ്ടാവണം പറഞ്ഞാൽ ഭഗവാൻ അതും തരും. ശരി, എന്നെ പോലെ അത്രയും സമ്പത്ത് എനിക്ക് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അതുപോലെ ഉണ്ടാവും സമ്പത്ത്. സാമീപ്യം പറഞ്ഞ എന്താ? അതായത് ഭഗവാന്റെ അടുത്ത് നെയ്ബറായിരിക്കും. ഭഗവാന്റെ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഭഗവാനെ കാണാറില്ല. എന്നുവെച്ചാല്
അങ്ങനെ സാമീപ്യം, വളരെ അടുത്തിരിക്കാൻ താമസിക്കാൻ പറ്റുക. വൈകുണ്ഠത്തിൽ സാലോക്യം എവിടെയെങ്കിലും ഉണ്ടാവുക. സാഷ്ട്രീയ പറഞ്ഞാൽ ഒരേ ഐശ്വര്യം. സാമീപ്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത വീടായിരിക്കും. നമ്മൾ ഭഗവാൻ, നമ്മൾ ജനൽ തുറന്ന് ഭഗവാന്റെ വീട്ടിൽ ജനൽ കാണാം, അത്രയ്ക്കും നെയ്ബർ ആയിരിക്കും. പിന്നെ സാരഥ്യം പറഞ്ഞ എന്താ, അതേ രൂപം, ഭഗവാന് ഒത്ത രൂപം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വ്യത്യാസങ്ങളില്ല. നമ്മളെയും ഭഗവാനെ തിരിച്ചറിയാൻ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും സാരൂപ്യം, ഒരേ രൂപം, എന്ന് വെച്ചാൽ ഒത്ത രൂപമായിരിക്കും. പിന്നെ ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഏകത്വം പറഞ്ഞാൽ ബ്രഹ്മ സായുജ്യം. അപ്പോ സാലോക്യം, സാഷ്ട്രീയം, സാമീപ്യം, സാരൂപ്യം, ഏകത്വം, ഈ 5 മുക്തികളും അഭ്യുത ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവർക്ക് വേണ്ട. അവർക്ക് വേണ്ടേ വേണ്ട. എന്തുകൊണ്ട് വേണ്ടെന്ന് രഹസ്യമാണ്. അവർ പറയുന്നത് എന്താണ്? സേവനം ഇല്ലാതെ ഈ മുക്തി കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോ വിനാമത് സേവനം ജന, ഈ ഭക്തന്മാർക്കെല്ലാം ആവശ്യം എന്റെ സേവനം മാത്രമല്ല, അവർക്ക് മറ്റൊന്നും വേണ്ട. അപ്പൊ ഈ 5 ഈ മുക്തിയിലും കുറച്ചുകൂടെ ബെറ്റർ സാമീപ്യം, അല്ലെ? ഭഗവാനെ കാണാം, അടുത്തിരുന്ന് കാണാം. പക്ഷെ അതും വേണ്ട. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? അതിന്റെ അർത്ഥത്തിലേക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തിരഞ്ഞുകൊള്ളുന്നത്. എന്തുകൊണ്ട് അവർക്ക് വേണ്ട? ഭയങ്കര സീക്രട്ടാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിന്റെ സീക്രട്ടാണ് ലാസ്റ്റ് നമുക്ക് പറയാം. ഇനി നമ്മൾ കഥയ്ക്ക് വരാം. ഒരിക്കൽ അംബരീഷ മഹാരാജാവ് മഥുരയിലാണ് താമസിക്കുന്നത്. വൃന്ദാവൻ മധുരയിൽ താമസിക്കുന്ന സമയത്ത്, മധുര യമുന അടുത്താണ്. അപ്പൊ ഒരു ദിവസം തന്റെ രാജാവും രാജാവിന്റെ പത്നിയും കൂടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്രതം എടുക്കുന്നു. അത് അവസാനിക്കുന്നത് ദ്വാദശിയിലാണ്. അപ്പോ ആ ഏകാദശി കൂടെ കഴിഞ്ഞ് ദ്വാദശി പാറിന് വിട്ട് അത് പൂർത്തീകരിക്കണം. സാധുക്കളെല്ലാം വിളിച്ച് അവർക്കെല്ലാം എന്ത് കൊടുക്കണം? ദാനം കൊടുക്കണം. അങ്ങനെയാണ് അവരുടെ ആ 1 വർഷം ഭഗവാന് നിത്യപൂജയും ഭഗവാൻ അഭിഷേകം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആരാധനകളൊക്കെ ചെയ്ത് ആ 1 വർഷം നീളുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് ഇന്ദ്രദേവന് കണ്ടപ്പോൾ കണ്ണുകടിയായി ദുർവാസ അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ദുർവാസ അംബരീഷൻ ഒരിക്കലും ഇന്ദ്രലോകം കിട്ടാൻ വേണ്ടി ചെയ്തല്ല. പക്ഷെ എന്ത് ചെയ്താലും നമുക്കൊരു നെഞ്ചെടുപ്പുണ്ടല്ലോ, ഇത് നമുക്കും പാരയാവോ എന്നുള്ളത് ഒരു നെഞ്ചെടുപ്പാണ്. അപ്പോ ഇന്ദ്രൻ എന്ത് ദുർവാസ പറഞ്ഞു വിട്ടു. പക്ഷെ ദുർവാസ ആരാണ്? മഹാദേവന്റെ അവതാരമാണ്. ദുർവാസാവ് ഈ പറയുന്ന പോലെ പ്രശ്നക്കാരനാണ്. പക്ഷെ അതും നന്മയിലേക്ക് കലാശിക്കുള്ളൂ. നാരദനെ പോലെ തന്നെയാണ് ദുർവാസവും. പക്ഷെ 2 പേരുടെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. അവരുടെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വ്യത്യാസമാണ്. നാരദന് സൗമ്യനായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. എവിടെയും ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാലും എതിർത്തൊന്നും പറയില്ല. ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടെ അതിനെ നേരിടും. പക്ഷെ ദുർവാസ ഇറങ്ങില്ല. നേരെ വിപരീതമായിട്ടാണ്. ദേഷ്യപ്പെട്ട് ശപിച്ച്, നമ്മളെ പോലെ അല്ലെ? നമ്മളെല്ലാവരും ഒരു ദുർവാസരല്ലേ? അപ്പോ ആ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ ആ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഉപവാസം കഴിഞ്ഞ് ദ്വാദശിക്ക് പാറിന് വിടാൻ ഏതാനും മുഹൂർത്തങ്ങളെ ഉള്ളൂ. അപ്പോ നമ്മുടെ ദുർവാസനോട് പ്രത്യക്ഷപ്പെട്ടു. ആ ദുർവാസന പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ അംബരീഷിന് വളരെ സന്തോഷമായി. കാരണം ഒരു അതിഥി എന്ന് പറയുമ്പോൾ എന്താണ്? ആ തിഥി പറയാതെ വരുന്ന ആളാണ്. തിഥി പറഞ്ഞ സമയം പറയാൻ പാടില്ല. പെട്ടെന്ന് കടന്നു വരുന്ന ഒരാളാണ് ആ അതിഥി. അപ്പോ ഇവിടെ അംബരീഷൻ വിളിച്ചിട്ടില്ല, ദുർവാസരെ വിളിച്ചിട്ടില്ല. അപ്പോ എങ്കിലും വന്നവരെ അതിഥി ദേവോഭവ, അതിഥി എന്ന് പറഞ്ഞാൽ പറയാതെ വരുന്ന ആൾക്കാരെ ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. നാളെ ഇത്ര മണിക്ക് വരാട്ടോ, ഇത്ര വിഭവം ഉണ്ടാക്കി വയ്ക്കണം, ഞാൻ അതിനാ വരുന്നത് എന്നും പറഞ്ഞിട്ടാണ് പോണത്. നമ്മൾ അതിഥിയല്ല. നമ്മള് പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ അതിഥിയല്ല. അപ്പൊ ആ തിഥി എന്ന് വെച്ചാൽ സമയം പറയാതെ, വരുന്നു എന്ന് പറയാതെ പെട്ടെന്ന് ചെല്ലുന്ന ആൾക്കാരാണ് അതിഥി. പക്ഷെ ആദിത്യ മര്യാദ ആർക്കുണ്ട്? അംബരീഷനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? വളരെ ഒരു ഭാഗം സന്തോഷം കൊണ്ട് അതിഥി എത്തി. അത് ആരാണ്? വലിയ മിസ്റ്റിക് പവറുള്ള ആളാണ്. വലിയ
എന്താ പറയാ തപസ്സുള്ള ഒരു ദുർവാസരാണ്. അത് ഒരു ഭാഗം സന്തോഷമുണ്ട്. അപ്പൊ വിളിച്ച് ചെയ്തു താൻ തന്നെ രാജാവ് അങ്ങനെ പാദത്തിൽ പോയി ഇരുന്ന് നമസ്കരിച്ച് അപേക്ഷിക്കാണ്. അപ്പൊ നമുക്ക് പിന്നെ പാരണ വിടാനുള്ള സമയമായി. അങ്ങ് വന്ന നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വിരുന്ന് കഴിച്ച് നമുക്ക് പിന്നെ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ വന്ന ക്ഷീണത്തിൽ ഒന്ന് കുളിച്ചിട്ട് വരാന്ന്. മനഃപൂർവ്വമാണ് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക്, മനഃപൂർവ്വ പ്രശ്നം ഉണ്ടാക്കുക. കാരണം നമ്മൾ അറിയോ, പാവങ്ങൾക്ക് വല്ല അറിയോ, പ്രശ്നക്കാരനെ അറിയുള്ളൂ എന്താ പ്രശ്നം. ഇപ്പൊ ദുർവാസ വിചാരിച്ചു നിന്റെ ദ്വാദശി ഭംഗം വരുത്താൻ വേണ്ടി വന്ന എന്നെ നീ വിരുന്നിന് വിളിക്കാൻ ഇപ്പൊ വരാം. പോയി കുളിയാണ്. നമ്മളെ കുട്ടികള് കുളത്തിൽ പോയാൽ വെച്ചിട്ട് മണിക്കൂറായാലും വെച്ചിട്ട് അതുപോലെ ഇവരും കുളി തുടങ്ങി. ദുർവാസർ കുളിച്ച് അവസാനം നോക്കുന്ന സമയത്ത് എന്താണ് മുഹൂർത്തം, ഒരു മുഹൂർത്തം 48 മിനിറ്റാണ്. അപ്പൊ കേവലം 3/4 മണിക്കൂറേ ഉള്ളൂ ഇനി പാരണ വിടാം. 1 വർഷം ചെയ്ത വ്രതത്തിന്റെ പാരണ വിടലാണ് ഇത്. നമ്മൾ ഏകദേശം ഒരു ദിവസം നോക്കിയിട്ട് അടുത്ത ദിവസം സമയം നോക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴാ പാരണ അല്ലെ, ആ സമയം എന്തെങ്കിലും കഴിച്ചു വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 1 വർഷം നീണ്ടു നിന്ന് ഈ ഉപവാസം കഴിഞ്ഞ് പാരണയെ കാത്തിരിക്കുന്ന ഒരാൾക്ക് വല്ല പരീക്ഷണം എന്താണ്? ഉപവാസമാണ് പരീക്ഷണമായിട്ട് വന്നിരിക്കുന്നത്. എന്നാലോ കാത്തിരുന്ന് ക്ഷമയോടെ ഇരുന്നു. അപ്പൊ പത്നിയോട് ചോദിച്ചു, നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് അതിഥിനെ അപമാനിക്കാൻ പറ്റില്ല, വന്നിരിക്കുന്നത് മഹാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ജലപാനം നടത്തിയാൽ അത് ഏകാദശി പാരണയുമായി, എന്നാൽ കഴിച്ചിട്ടുമില്ല. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു. എന്നുവെച്ചാൽ അതിഥിനെ നമ്മള് അവർക്ക് കൊടുക്കാൻ നമ്മൾ കഴിച്ചിട്ടുമില്ല, എന്നാൽ പാരണ വിടാതിരുന്നാൽ ഹരിവാസരം, ഈ പാരണ സമയമാണ് ഹരിവാസരം എന്ന് പറയുക. ഹരിവാസരം, ഹരി ഭഗവാൻ ഓരോ വീടാന്തരം ചെല്ലുത്രേ ഈ ഉപവസിച്ച ആൾക്കാരെ കണ്ട് അനുഗ്രഹിക്കാൻ. ആ സമയത്തില് ഇപ്പൊ രാവിലെ 6 മുതൽ 10 മണി വരെ സമയമുണ്ടല്ലോ, ആ സമയം ഹരിവാസരം. ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരും. ഈ ഉപവസിച്ച ഒരാൾക്കാരുടെ വീട്ടിൽ വന്നിട്ട് അനുഗ്രഹിക്കും. ആ സമയത്ത് നമ്മൾ കഴിച്ചാൽ ഭഗവാൻ സന്തോഷമാവോ, എന്റെ ഭക്തൻ ഇന്നലെ ഉപവസിച്ചു, ഇന്ന് കഴിച്ചു, ഹാപ്പിയായി. നമ്മുടെ കുട്ടികൾ കഴിച്ചാൽ നമുക്ക് നമ്മുടെ വയറ് നിറഞ്ഞ പോലെയല്ലേ, അതേപോലെ ഭഗവാനും ശരി എന്റെ മക്കള് അവർ ഇന്നലെ ഉപവസിച്ചു, ഇന്ന് കഴിച്ചു. അങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് കഴിക്കേണ്ടത്, അല്ല നമ്മുടെ വയറ് നിറയ്ക്കാനല്ല. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ വരുമ്പോ നമ്മൾ കഴിക്കണം. ഭഗവാൻ തൃപ്തിപ്പെടും. അതായത് സംസിദ്ധി ഹരിദോഷണം. ഭഗവാൻ സന്തുഷ്ടനാണോ? എല്ലാ പ്രവൃത്തിയിലും ഭക്തന്റെ ജീവിതത്തിൽ എല്ലാം ഞാനിത് ചെയ്തു, ഇത് ഭഗവാൻ ഇഷ്ടമായോ, ഇത് ചെയ്തു അത് ഇഷ്ടമായോ. ഇതെന്തറിയോ, നമ്മളിപ്പോ ചെയ്യുന്നൊന്നും ഭഗവാൻ കാണരുത്, കാരണം കണ്ടാൽ ഇഷ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം മൂടി വെച്ച് ചെയ്യാണ്. കാരണം അത് കാണാൻ പാടില്ല, ഇത് കാണാൻ പാടില്ല. ദുര്യോധന അങ്ങനെയാണ് ചൂതിന് വിളിച്ചിട്ടുള്ളത് ഭഗവാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വലിയ അബദ്ധത്തിൽ പോയി വീണു ദുര്യോധന, അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവ്. യുധിഷ്ഠിര മഹാരാജ പറഞ്ഞു, ഈ ചൂത് കളിക്കാൻ വന്ന മാത്രം ഭഗവാൻ അറിയേണ്ടതെന്ന്. അപ്പൊ എന്തെല്ലാം ഭഗവാൻ നമ്മൾ മൂടി വെക്കുന്നു അതെല്ലാം വലിയ ഭൂകമ്പായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോ അംബരീഷൻ വിചാരിച്ചു നമുക്ക് രണ്ടും നേടാം എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചു. അപ്പൊ എന്തായി? പ്രശ്നം കാത്തിരിക്കാണല്ലോ, എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ. ദുർവാസര് എന്തെങ്കിലും ഒരു തുറപ്പിച്ചിട്ട് കിട്ടട്ടെ, പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ചെറിയ പിടിവള്ളി കിട്ടണം. അപ്പൊ ദുർവാസനെ വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ അംബരീഷൻ കഴിച്ച കാര്യം പെട്ടെന്ന് അറിഞ്ഞു. ഇതിനാ കാത്തിരുന്നു ഇത്തരം നേരം, കാരണം ഒരു തെറ്റ് നടന്നാലേ ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ദുർവാസ അവിടെ നിന്ന് എന്തോ എല്ലാം കണ്ട പോലെ വന്നിട്ട് വലിയ പ്രശ്നമാക്കി. ആദിത്യം വരെയാത്ത ആളാണ്, മര്യാദ, നീ ഒരു ഭക്തനാണെന്നിങ്ങനെ കുറെ ശ്ലോകമുണ്ട് ഭാഗത്തിന്. നല്ല രസകരമാണ്, നമ്മുടെ സ്റ്റൈല് പറയാം. അങ്ങനെ തുടങ്ങി അവസാനം എന്ത് ചെയ്തു? തന്റെ ജടമുടിയിൽ കുറെ മുടികളെ വലിച്ച് കീറി മന്ത്രം ചൊല്ലി തന്നെ ഒരു വലിയ പ്രേതം, അതിന് ഭൂതപ്രേതമായിരുന്നു വന്നു. അത് അഗ്നി കൊണ്ടാണ് ഉണ്ടാക്കിയ പ്രേതം. ആ പ്രേതത്തിന്റെ ശരീരം, നമ്മുടെ ശരീരം പഞ്ചഭൂതം നിർമ്മിതമാണ്, പക്ഷെ ആ ഭൂതത്തിന്റെ ശരീരം എന്താണ്? അഗ്നി സ്വരൂപമാണ്. അപ്പൊ അഗ്നി സ്വരൂപമായിട്ടുള്ള തൃശൂലം കൊണ്ട് കുത്താൻ വരികയാണ് ആ അംബരീഷനെ കൊല്ലാൻ. അപ്പൊ അംബരീഷൻ എന്ത് ചെയ്തു? 1 ഇഞ്ച് അനങ്ങിയില്ല. നമുക്ക് വിചാരിക്കാം എന്തൊരു അഹങ്കാരിയാണ്, ഇത്രയും വലിയ അഹങ്കാരാണോ, ഒരു പേടിയില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ പ്രഭുപാദർ പറയുന്നു, പേടിയില്ല, അഹങ്കാരമില്ല,
പക്ഷെ എന്തായിരുന്നു? ഭഗവാനുള്ള വിശ്വാസമായിരുന്നു. എനിക്ക് എന്റെ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ രക്ഷിക്കുന്ന അഹങ്കാരമൊന്നുമില്ല. പക്ഷെ നമുക്കെന്ത്, നമ്മൾ പ്രാർത്ഥിക്കും, ഞാന് ഇത്രയും വർഷം ജപിച്ച് എന്നെ രക്ഷിച്ചില്ലല്ലോ എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ പറയാം. അതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണ, നിന്നോട് ഇനി വിശ്വാസമില്ലല്ലോ. കാരണം അതാണ് എന്റെ ഇൻഡയറക്റ്റ് മീനിങ്. അന്ന് കുറ്റം പറയലാണത്. കുറ്റം പറയലാണല്ലോ. ഭഗവാൻ കുറ്റം, ഇത്രയും കാലം ഞാൻ ജപിച്ചിട്ട് എനിക്കിത് സംഭവിച്ചല്ലേ, ഇപ്പോ നീ കണ്ടുകൊണ്ടില്ലേ ഇരുന്നത് എന്നൊക്കെ പറയുമ്പോ നിനക്ക് നാണക്കേടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഭഗവാനെ ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു ഭക്തനും പറയില്ല അത്ര. കാരണം തന്റെ കർമ്മഫലം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് തിരിച്ചറിയുമ്പോ ഭഗവാനോട് പിന്നെ പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. കാരണം എന്താ? എല്ലാം എന്റെ ദുർഗതി കൊണ്ടാ സംഭവിച്ചത്, നീ എല്ലാ കാരണം കൃഷ്ണ, എന്റെ കർമ്മഫലമാണ്, ഞാൻ അനുഭവിക്കാൻ. നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ പറ്റും. എന്തുകൊണ്ട് രക്ഷിക്കാൻ പറ്റും? ഈ പ്രശ്നം പരിഹരിച്ചിട്ടല്ല രക്ഷിക്കേണ്ടത്. നമുക്ക് ഭക്തന്മാർക്ക് പ്രശ്ന പരിഹാരമേ വേണ്ട. എന്താ വേണ്ടത്? ഭക്തി. അതാണ് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലേ? ഈ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ഇന്നൊരു പ്രശ്നം വരും. അപ്പൊ ഒരിക്കലും ഭക്തൻ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല ഭഗവാന്. കാരണം ഇതുപോലെ അടുത്ത പ്രശ്നം വരും. ഒരു പ്രശ്നം തീർക്കുമ്പോ ഇന്നൊന്നും. അപ്പൊ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഈ പ്രശ്നം തീർത്തതായോ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് തീർത്തു തരും. തീരുമ്പോഴേക്കും ഇന്നൊരു പ്രശ്നം വരും. അപ്പൊ എന്താ ഇതില് അല്ലെ? പ്രശ്നം ഇങ്ങനെ മുളച്ച് വരികയല്ലേ? അപ്പൊ അവരെന്താ വിചാരിച്ചു, ഇതിനു വേണ്ടി ഭഗവാനോട് ചോദിച്ചിട്ട് വല്ല കാര്യമില്ല. നമ്മുടെ പ്രശ്ന പരിഹാരം ഭഗവാന്റെ തലയെഴുത്തല്ല, നമ്മുടെ തലയെഴുത്താണ് ഭക്തനാവുക എന്നുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. ഭഗവാൻ അതല്ലേ പറഞ്ഞു, ഏക പ്രശ്നം ജന്മമാണ്. നിനക്ക് ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മളെല്ലാം 1000 പ്രശ്നം കാണുകയാണ്. നമുക്ക് ഇത്ര പ്രശ്നം അത്ര പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഒരേ ഒരു പ്രശ്നം, ജനനമാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നമേ മനുഷ്യനുള്ളൂ. ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള ബുദ്ധിയില്ലാത്തവൻ അനവധി പ്രശ്നം അനുഭവിച്ചേ പറ്റും. പോരെ പോരെ അനുഭവിക്കുക. ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള ബുദ്ധിയില്ലാത്തവൻ അനുഭവിക്കുക. അപ്പൊ ഭഗവാൻ അതാ പറയുന്നത്, മദ്ഭക്ത യാന്തിമാമഭി, എന്റെ ഭക്തൻ എന്റെ ലോകത്ത് വരും. പിന്നെ അവന് ജനനമില്ല, പിന്നെ അവനക്ക് ജന്മമൃത്യു ജരാവ്യാധികളില്ല, ഒരു പ്രശ്നം അവന്റെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഒറ്റമൂല്യാണ്. ഇതെന്താണ്? കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ഒരു ഒറ്റമൂല്യാണ്. തുളസി എങ്ങനെയാണോ ഒരു ഒറ്റമൂല്യാന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നോ, എല്ലാ മരുന്നിലും തുളസി ഇടാം. നിഷിദ്ധമല്ല, തുളസി ഇന്ന മരുന്നിൽ ഇടാൻ പാടില്ലെന്ന് എവിടെയും പറയുമ്പോ എല്ലാത്തിലും ഇടണം എന്നാ പറയുക. കാരണം ഒറ്റമൂല്യാണ്. എല്ലാ അസുഖത്തിനും ഒരു മരുന്ന് എതിലുണ്ട്? തുളസിയിലുണ്ട്. അപ്പൊ കൃഷ്ണഭക്തി എന്താണ്? അതുപോലെയാണ്, ഒരു ഒറ്റമൂല്യാണ്. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം എവിടെ ഉണ്ടാവും? ഈ കൃഷ്ണഭക്തി. അപ്പോ അങ്ങനെ ദുർവാസാവ് വന്നു. ഈ പ്രേതം ചെന്നിട്ട് അംബരീഷിനെ വധിക്കാൻ പോകുമ്പോ കണ്ണടച്ച് പേടിച്ച് നിന്നല്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കൃഷ്ണനെ ഇതാണ് ഇഷ്ടം, എന്റെ കൃഷ്ണൻ അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ അല്ലല്ലോ. ഭഗവാനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് എന്താണ്? സർവജ്ഞൻ, എന്ത് നടക്കാൻ പോകുന്ന അറിയുന്ന ആളല്ലേ. അപ്പൊ എനിക്കിത് സംഭവിക്കുമെന്ന് അറിയില്ലേ? അറിയാതെ. അപ്പൊ ഇതിനെ അറിയാത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച കാര്യമില്ല. എന്നിട്ട് അംബരീഷന്റെ പ്രാർത്ഥനയാണ് ഈ വരുന്നത്. ആ പ്രാർത്ഥനയില് കണ്ണുടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആശ്രയം, അവിടെ ശരണാഗതിയാണ് അംബരീഷൻ ചെയ്തത്. എന്നുവെച്ചാൽ എനിക്കറിയില്ല ഞാൻ ശരിയോ തെറ്റോ, അങ്ങനത്തെ അത് ഈ പിന്നെ സഭൈ മനകൃഷ്ണ പാതാരബിന്ദയോ, എല്ലായ്പ്പോഴും മനസ്സിന് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സ്മരണയോട് ജീവിക്കുന്ന ആളായതുകൊണ്ട് അപ്പോഴും കണ്ണടച്ച് എന്ത് ചെയ്തു? ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? തൽക്ഷണം സുദർശൻ ചക്ര അവിടെ എത്തി. എത്ര പെട്ടെന്നായിരുന്നു! വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മനസ്സിന്റെ വേഗത്തിനേക്കാളും കൂടുതലായിരുന്നു സുദർശന ചക്രം. സുദർശന ചക്രം എത്തി. സുദർശന ചക്രം ആ പ്രേതത്തിനെ വെട്ടി നശിപ്പിച്ച് ഭസ്മമാക്കി കളഞ്ഞു. എന്നിട്ട് വെറുതെ ഇരുന്നോ? അറിയില്ല സുദർശനത്തിന് എന്താ ഇവിടെ സംഭവിച്ചത്. ഉടനെ നേരെ ദുർവാസന നേരെ തിരിഞ്ഞു. അപ്പൊ അംബരീഷന് ഇതൊന്നും കാണുന്നില്ല, കാരണം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദുർവാസാവ്, കാരണം ദുർവാസാവ് ഈ സുദർശന ചക്രം അന്നേ എന്താണെന്ന് വെച്ചാൽ ചൂട്. ഇപ്പം
അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം പരീക്ഷത്തിന്റെ ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷത്തിന് വേണ്ടി വിട്ട സമയത്ത് എന്തായിരുന്നു, ഉത്തരയ്ക്ക് ഗർഭത്തിന് ചൂട് അനുഭവപ്പെട്ടു. കാരണം ബ്രഹ്മാസ്ത്രത്തിന് എന്താ, ചൂടാണ്. ബ്രഹ്മാസ്ത്രം ആദ്യം അതിന് ചൂട് കൊണ്ടാണ് അത്ര നശിപ്പിക്കുക. അപ്പൊ അതുപോലെ ചൂട് അനുഭവപ്പെട്ടു. ആ ചൂടിനേക്കാളും ചൂടായിട്ടുള്ള സുദർശൻ ചക്രം എന്ന് അവിടെ തണുപ്പിച്ചു. കാരണം എന്താണ്, ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ട് സുദർശൻ ചക്രം എന്ന ആ ബ്രഹ്മാസ്ത്രത്തെ നിർമൂല്യമാക്കി, അല്ലെ? എന്നിട്ട് ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷനെ രക്ഷിച്ചു. ആ സുദർശൻ ചക്രം അംബരീഷിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു. ദുർവാസാവ് ഓടാൻ തുടങ്ങി. കാരണം എന്താ, ചൂട് അനുഭവപ്പെടുന്നു. പുറകെ വന്നിട്ടാണ് ദുർവാസാവിന്റെ പുറം മുഴുവൻ കൊള്ളാൻ തുടങ്ങി. കാരണം ചൂടുകൊണ്ട് ഓടാണ്. ഇന്ദ്രലോകം, ചന്ദ്രലോകം തുടങ്ങിയിട്ടുള്ള ഉപരിലോകങ്ങൾക്ക് ഓടാണ്. എന്നിട്ട് അവസാനം ബ്രഹ്മലോകത്തിലെത്തി. ബ്രഹ്മലോകത്തിൽ ചെന്ന് ബ്രഹ്മാവിന്റെ കാലിന് വേണ്ടി നമസ്കരിച്ചത്, എന്നെ രക്ഷിക്കണം. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സ്വതന്ത്രനല്ല നിങ്ങളെ രക്ഷിക്കാൻ, ഞാൻ പരാശ്രയക്കാരനാണ്. ഞാൻ ആശ്രയിക്കാൻ ആരെ, ഭഗവാനെ ആശ്രയിക്കാം. എനിക്കിതിൽ ഒരു മറുപടിയും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ ഞാനും കൂടെ ഈ പ്രശ്നത്തിലാവും, അല്ലെ? നിങ്ങളുടെ തെറ്റിൽ ഞാനും പങ്കെടുത്താവും. അപ്പൊ ബ്രഹ്മാവ് കൈ ഒഴിഞ്ഞു. ബ്രഹ്മാവ് കൈ ഒഴിഞ്ഞപ്പോ അടുത്ത് മഹാദേവന്റെ കൈലാസത്തിലേക്ക് ചെന്നു. മഹാദേവനും പറഞ്ഞു, എനിക്കിത് ഇടപെടാൻ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞ സുദർശന ചക്രം ഒന്നും അനുസരിക്കില്ല. ഞാനും ആശ്രയിക്കുന്ന വിഷ്ണുവിനാണ്. അതുകൊണ്ട് നിങ്ങൾ വൈകുണ്ഠത്തേക്ക് പോയിക്കോളൂ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, ഇത്രയും കഴിവുള്ള ആള് വൈകുണ്ഠത്തിന് സ്വന്തം പോകാൻ കഴിവുള്ള ആളാണ് ആര്, ദുർവാസാവ്. നമുക്ക് പോകാൻ പറ്റുമോ? പറ്റും. അപ്പോ വൈകുണ്ഠത്തേക്ക് പോകാൻ പ്രാപ്തിയുള്ള ആൾക്ക് സംഭവിച്ച ഒരു വിഷയമാണ് ഇവിടെ ചർച്ചാ വിഷയം. അതായത് സാധാരണക്കാരന്റെ വിഷയമല്ല അത്. അങ്ങനെ പ്രാപ്തിയുള്ള മിസ്റ്റിക് പവർ എന്ന് വെച്ചാൽ തപസ്, അത്രയും തപോഫലമുള്ള ഒരാൾ. അപ്പൊ അതുകൊണ്ടാണ് തപസ്സുകളെ കൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം, അല്ലെ? തപസ് കൊണ്ട് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം, ഇത്രയും വലിയ തപസ്സുള്ള ഒരാളുടെ ഗതി എന്താണ്? ദുർവാസർ നിന്നിട്ടോട്ട് ഓടുകയാണ്. ഉറങ്ങുന്നവർക്കൊക്കെ ഒരു ചായ കൊടുത്താലോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ. ഇവിടെ സുദർശൻ ചക്രത്തിന്റെ ചൂട് പറയുമ്പോൾ ചൂട് ചായ കിട്ടിയാലും എന്റെ ആഗ്രഹിക്കുന്നുണ്ട്. മുതുക് പൊള്ളിച്ചു തരാം, അതായിരിക്കും നല്ലത്. ദുർവാസര് മുതുക് പൊള്ളിയ പോലെ നമുക്കൊരു വടിയെടുത്ത് മുതൽത്തേയും തന്നാൽ ഒക്കെ പോകും. അങ്ങനെ ദുർവാസര് അപ്പൊ ഇനി വേറെ ഗതിയില്ല, നേരെ വൈകുണ്ഠത്തേക്ക് ചെന്നു. അവിടെ വൈകുണ്ഠം ചെന്ന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഭഗവാനെ അവിടെ നിന്ന് വിട്ട സുദർശന ചക്രം അവിടെ പറഞ്ഞാൽ നിൽക്കുമല്ലോ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്താണ് ബ്രഹ്മലോകത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത്, ശിവലോകത്തും എന്താ സംഭവിച്ചത്? അവരെല്ലാം അങ്ങനെ ആശ്രയിക്കുന്നതുകൊണ്ട് അവർക്കത് പറ്റില്ല പറഞ്ഞു. അപ്പൊ വിഷ്ണു പറഞ്ഞു, എനിക്കും അതന്നെയാ പറയാനുള്ളത്. എന്താ പറയാൻ, ഞാനും സ്വതന്ത്രനല്ല, ഞാൻ വേറെ ഒരാളെ ആശ്രയിക്കാണ്. നിങ്ങൾ ആരെ ആശ്രയിക്കണത്? അഹം ഭക്തപരാധീനോ ഹിസ്വന്തത്രൈവത്വജഃ സാധുഭീഗ്രസ്തഹൃദയോ ഭക്തജനപ്രിയഃ. ഞാൻ എന്റെ ഭക്തരാണ് ആശ്രയിക്കുന്നത്. എന്നെ നിയന്ത്രിക്കുന്നതിന്റെ ഭക്തരാണ്, വേറെ ആരുമല്ല. എന്റെ സ്വാതന്ത്ര്യമേ എനിക്കില്ല, ഞാൻ അടിമയാണ്. ആരുടെ? ഭക്തജനപ്രിയ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഭക്തരാണെന്ന് പറയരുത്, ഭക്തരാണെന്ന് പറയരുത്. ഇവിടെ എന്താ പറയും, ഭക്തജനപ്രിയ. ഭക്തന്റെ ഭക്തനാണെന്ന് പറയണമെന്നാ പറയുന്നത്. എന്റെ ഭക്തന്റെ അവരാണ് എനിക്ക് പ്രിയം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണ്? എന്റെ ഭക്തന്റെ ഭക്തനാണ്. അപ്പൊ ഒരിക്കലും ഞാൻ ഭക്തനാണെന്ന് പറയാൻ നാണക്കേട് ഉണ്ടാവണം, അതിൽ ഭയങ്കര വിഷമം ഉണ്ടാവണം. കാരണം അങ്ങനെ അത് അഹങ്കാരമാണ്. ഞാനൊരു ഭക്തനാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു അഹങ്കാരമാണ്. ഞാൻ ഇന്ന ഭക്തന്റെ ദാസനാണെന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ട്, അല്ലെ? ദാസന്റെ ദാസൻ എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാ ഭഗവാൻ പറയുന്നത്, ഞാൻ എന്റെ ദാസന്റെ ദാസനാണ്. ഭഗവാൻ ദാസനാവാൻ റെഡിയാണ്, നമ്മൾ റെഡിയേ അല്ല. നമുക്ക് യജമാനാവണം. ഇതുകൊണ്ടാണ് മായാലോകത്തിൽ വന്ന് പെട്ടിരിക്കുന്നത്. ഈ യജമാന ബോധം എന്ന് നമ്മുടെ മനസ്സിൽ നശിക്കുകയോ അന്നേ രക്ഷയുള്ളൂ.
അപ്പൊ ഭഗവാൻ പറയുന്നു സാധുതി ഗ്രസ്ത ഹൃദയം, ഭക്തന്മാരുടെ ഹൃദയത്തിൽ എന്നെ തഴച്ചിട്ടിരിക്കുകയാണ്. ഞാൻ എവിടെ തഴച്ചിട്ട് കിടക്കുന്നത്? എന്നെ എവിടെ കെട്ടിവെച്ചിരിക്കുന്നത്? എന്റെ ഭക്തന്റെ ഹൃദയത്തിൽ ഗ്രസ്ത ഹൃദയോ ഭക്തജനപ്രിയ അസ്വതന്ത്ര, എനിക്ക് സ്വാതന്ത്ര്യമേ ഇല്ല അവരുടെ അടുത്ത്. അവര് ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഞാൻ തിരിയും, വടക്ക് പോകാൻ പറഞ്ഞാൽ വടക്ക് പോയി. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ ഒരു അവസ്ഥ. ഇതാണ് ഭഗവാന്റെ അവസ്ഥ. സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ ഭക്തന്മാർ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ചോദിക്കില്ല എന്നാ പറയുന്നത്. കാരണം എന്താ? ഭക്തജനപ്രിയ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു നാഹം തിഷ്ഠാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലില്ല. നയോഗി ഹൃദയേശ്വ, നിന്നെ പോലെ യോഗിയുടെ ഹൃദയത്തിൽ ഞാനില്ല. ഉണ്ടോ? നീ എന്നെ എത്രയോ തപസ് ചെയ്ത് എന്നെ കെട്ടിയിടാൻ നിങ്ങളൊക്കെ നോക്കാണ്. യോഗികളെല്ലാം മനസ്സുകൊണ്ട് ധ്യാനിച്ച് എന്നെ മനസ്സിൽ കെട്ടിയിടാൻ നോക്കാണ്. ഞാൻ നിന്റെ കൂടെ ഇല്ല, അല്ലെ? അപ്പോ നാഹം തിഷ്ഠാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലില്ല. നയോഗി ഹൃദയേശ്വ, നിന്റെ ഹൃദയത്തിലില്ല. പിന്നെ എവിടെയാണ്? മദ്ഭക്തായത്ര ഗായന്തി, അംബരീഷിനെ പോലെയുള്ള ഭക്തന്റെ ഹൃദയത്തിലാണ് ഞാൻ. മദ്ഭക്ത. അപ്പോ ഭഗവാൻ പറഞ്ഞു എത്ര ഗായന്തി, ഞാൻ ആ ഭക്തന്റെ കൂടെയാണ്. അപ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്താണ്? വൈകുണ്ഠമല്ല, നിന്റെ ഹൃദയമല്ല. പോയി പണി നോക്കടാന്ന് ഇൻഡയറക്റ്റ് പറയാണ് ഭഗവാൻ. നിന്റെ ഈ അഹങ്കാരം ആർക്കും വേണ്ട, വലിച്ചെറിയ. എന്റെ ഭക്തനെ കണ്ട് പഠിക്കും. അവര് വിനയാന്കളാണ്. അവരെ കണ്ട് വിനയമുള്ള വിനയ സമ്പന്നെ, ആ വിനയമുള്ള മനസ്സിലെ ഞാൻ താമസിക്കുള്ളൂ. കാരണം അവരെന്നെ പുറത്താക്കില്ല. നീ ചിലപ്പോ എന്നെ പുറത്താക്കി വരും. നിന്നെ വിശ്വസിച്ച് ആ വീട്ടിലേക്ക് വരാൻ പറ്റും, അല്ലെ? ഏത് സമയം നിനക്ക് അഹങ്കാരം വരുന്ന ആർക്കറിയാം? അത് ഞാൻ വരില്ല, നിന്റെ ഹൃദയത്തിൽ ഞാൻ വരികയില്ല. ആലോചിച്ച് നോക്കൂ, എത്ര ഭഗവാൻ നമ്മളെ വലിച്ചെറിഞ്ഞിരിക്കണം പുറത്തുനിന്ന്. നമ്മൾ അത്രയ്ക്കും ടോട്ടലി ഇൻസെക്യൂർ. നമുക്ക് ഒരു ആശ്രയം ഭഗവാൻ തന്നില്ല. ഗെറ്റ് ഔട്ട് യു ഫൂൾ, പുറത്തുപട നായ എന്ന് പറയുന്ന പോലെ. യു ആർ അൺഫിറ്റ്. വിനയമില്ല അവനക്ക്. വിനയമില്ലാത്ത മനസ്സിൽ ഞാനുണ്ട്. ഗെറ്റ് ലോസ്റ്റ്. ഭഗവാൻ ദുർവാസനോട് പറയാണ്, നിന്റെ മനസ്സിൽ ഞാനില്ല, വൈകുണ്ഠത്തിലില്ല, അംബരീഷിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. അപ്പൊ ഭക്തജനപ്രിയ, എനിക്ക് എന്റെ ഭക്തന്റെ ഭക്തനാണ് ഇഷ്ടം. ഓക്കെ, ആത്മാനമാശേഷ ഭക്തേ സാധുഭിർഭിനാം ശ്രിയം ച അന്യതിം ബ്രഹ്മൻ യേശാം ഗതിരഹംപര. എന്നെ ശരണാഗതി പ്രാപിച്ച എന്റെ ഭക്തന്മാർ അഹംപര, ഞാനാണ് പരമെന്ന് എന്നെ ഗതി പ്രാപിച്ച ഭക്തന്മാരുണ്ടല്ലോ, അവര് അഹമാത്മാ ആശയന, എന്നെ പോലെ തന്നെ ഞാൻ അവരെ ബഹുമാനിക്കും. എനിക്ക് എന്താണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക, അതേ തുല്യ പ്രാധാന്യം ഞാൻ എന്റെ ഭക്തന്മാർക്ക് കൊടുക്കും. കാരണം എന്താ? എന്നെ ഇല്ലാതെ അവർക്ക് ഒരു ലക്ഷ്യമേ ഇല്ല എന്നാ പറയുന്നത്. ഭക്തന്മാർക്ക് ഏക ലക്ഷ്യം എന്താണ്? കൃഷ്ണൻ മാത്രമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാനാണ് അവർക്ക് ഏക ലക്ഷ്യം. പിന്നെ ഞാൻ അവരെ എങ്ങനെ ഉപേക്ഷിക്കും? അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ അവിടേക്ക് പോകാൻ പറയാം, അല്ലെ? പോകുന്നില്ല. അവര് പറയാണ് എനിക്ക് കൃഷ്ണൻ മാത്രം മതി എന്ന് പറയുമ്പോ എന്നെ അല്ലാതെ വേറെവർക്ക് ഒരു അഭയം ഇല്ല. അതുകൊണ്ട് അവർ എങ്ങനെ ഞാൻ വേണ്ട പറയും, എങ്ങനെ പുറത്താക്കും? അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടിമയായി തീരുന്നത്. ധാരാഗ്രപുത്രാപ്ത പ്രാണവിത്തൈമം പരം ഹിത്വാ മാം ശരണം യഥാ കഥാതം त्यक्त्वा ഉത്സിതാം. അവർക്ക് എല്ലാം ഭർത്താക്കന്മാർ ഭാര്യന്മാരെ പോലും ഉപേക്ഷിക്കുന്നു. ഭാര്യമാര് ഭർത്താക്കന്മാരെ പോലും. എന്തിന്? എന്നെ ആശ്രയിക്കുമ്പോ ഒരാളും അവർക്ക് വലുതല്ല. ഈ ഗോപന്മാരും ഗോപികളുടെ കഥ ഇവിടെ പറയും, നമ്മുടെ കാര്യമില്ല. അവര് സ്വന്തം ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി ഭഗവാന്റെ പുല്ലാങ്കുഴൽ വായന കേട്ടിട്ട്. ഗോപന്മാര് കണ്ണുടച്ച് ഉറങ്ങാണ്. എന്നിട്ട് അവർക്കറിയാം തന്റെ സ്വന്തം പത്നി ഇറങ്ങിപ്പോവാണ് ഭഗവാനെ എന്താ പറയാ സേവിക്കാൻ. അപ്പൊ അതുകൊണ്ട് പോയി രക്ഷപ്പെടട്ടെ എന്ന് അവരും കണ്ണടച്ച് കിടന്നുറങ്ങാൻ.
അതങ്ങട്ട്. കാരണം എന്താ, രണ്ടുപേർക്ക് ആരാണ് ഇഷ്ടം? കൃഷ്ണനാണ് ഇഷ്ടം. ഗോപന്മാരും മോശമല്ല, ഗോപികളും എല്ലാം പരമഭക്തന്മാരാണ്. അതുകൊണ്ട് അവര് എല്ലാം ഉപേക്ഷിക്കുമ്പോ, എല്ലാം എന്റെ അടുത്ത് വരുമ്പോ എനിക്കെങ്ങനെ അവരെ ഉപേക്ഷിക്കാൻ പറ്റും? ഞാൻ ബന്ധനസ്ഥനായി പോവാണ് അവരുടെ അടുത്ത്. കാരണം എന്നെ ബന്ധിക്കാൻ ആകെ ഒരു എന്താണ്, എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ അവസാനം എന്താണ്? ദീനബന്ധു, ദീനന്മാരുടെ ബന്ധമായി പോകും. കാരണം അവര് ദീനന്മാരാണ്. അവര് പറയും കൃഷ്ണ എനിക്ക് ആരുമില്ല പറഞ്ഞാൽ അവര് ദീനനായി. പിന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഇതിന്. അപ്പൊ അത് അനാഥനാഥ ദീനബന്ധു. എനിക്കൊരു പേരും തന്നിട്ട് എന്റെ ഭക്തന്മാരെന്താണ്? അനാഥനാഥ ദീനബന്ധു, ദീനന്മാരുടെ ബന്ധുവാണ്. അപ്പൊ ഞാനവരുടെ ബന്ധു ഓട്ടോമാറ്റിക്. മയി നിർബന്ധ ശ്രദ്ധായ സാധവോ സമദർശന വാസേ കുർവന്തി മാം ഭക്ത്യാ സത്രിയാ സത്പതിതം യഥാ. അതായത് വാസകൃത്വന്തി മാം ഭക്ത്യ, അവരുടെ സ്വന്തം വീട് പോലും ഉപേക്ഷിച്ചിട്ട് അവർ ഇറങ്ങും. എനിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവും. മൈ നിർബന്ധ ഹൃദയ, അവർ എന്നെ നിർബന്ധം കൊണ്ട് എന്റെ ഹൃദയത്തിൽ കെട്ടിവെക്കാണ്. സാധവോ സമദർശന, അവർക്ക് സമദർശനമാണ്. ആരോടും വെറുപ്പോ ഇഷ്ടമോ അങ്ങനെ ഒന്നും ഇല്ലാത്തവരാണ്. മത്സേവയാ പ്രാതിദം തേ സാലോക്യാദി ചതുസ്തയ പറയുന്നത്. സാലോക്യാദി ചതുസ് എന്ന് വെച്ചാൽ 4 തരത്തിലുള്ള മുക്തി അതുപോലും അവർക്ക് വേണ്ട. നേചന്തി സ്വയം പൂർണ്ണ കുടോന കല വിപ്ലവാത്. അവര് ജീവിക്കുന്ന സമയത്ത് തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, ഇപ്പൊ അംബരീഷ മഹാരാജ രാജാവാണ്, പക്ഷെ ഒന്നിനും ഒരു ആസക്തി ഇല്ലാതെ എന്നെ ആശ്രയിക്കും എന്ന രാജ്യഭരണം നടത്തുകയും ചെയ്യും. അങ്ങനെ കാലവിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും കർമ്മം ചെയ്തില്ലേ, ജോലിക്ക് പോകുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്. ഈ കാലവിപ്ലവ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാലം കൊണ്ട് നമ്മൾ ചെയ്തു വന്ന ചില കർമ്മങ്ങള് ഇതൊന്നും ബാധിക്കില്ല എന്നാണ്. കാരണം എന്താണ്? അവർക്ക് സേവയാ പൂർണ്ണ, അവർക്ക് കൃഷ്ണ സേവനമുള്ളതുണ്ട്. അതുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞു, എവ്രി ഗൃഹസ്ഥ ഷുഡ് ഹാവ് ഡെയിറ്റി അറ്റ് ഹോം ആൻഡ് സെർവ് ദ ലോർഡ്. ഭഗവാനെ വീട്ടിൽ സേവിച്ചു കഴിഞ്ഞാൽ ഈ ഇതിലെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. ഏതെന്ന്? കർമ്മഫലത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം ത്വാമഹം. എന്റെ ഭക്തന്റെ അഥവാ സാധവോ ഹൃദയം മഹ്യം, എന്റെ ഭക്തൻ താമസിക്കുക എന്റെ ഹൃദയത്തിലാണ്. സാധുനാം ഹൃദയം ത്വാമഹം, ഞാൻ താമസിക്കുന്ന അവന്റെ ഹൃദയത്തിലും. മതന്യത്തേതന ജാനാതി, അവർക്കും എന്നെ വിട്ട വരവ് ഗതിയുമില്ല, എനിക്കും അവനെ വിട്ട ഗതിയില്ല. രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയി. ഭഗവാൻ പറയും എനിക്കും ഗതിയില്ല എന്നാ പറയുന്നത്. 4 ദിവസം ഭഗവാൻ പറയും എനിക്ക് ഗതിയില്ല, അവനല്ലാതെ എനിക്കൊരു ഗതിയില്ല എന്നാ പറയുന്നത്. കാരണം എന്താ? അവൻ എന്നെ ഗതി പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ബ്രഹ്മസ്തർക്കച്ച ഭദ്രന്തേ നാഭാഗാതനയാ നൃപാം കശ്യപായം മഹാഭാഗോ തഥാ ശാന്തി ഭവിഷ്യതി. നിനക്ക് ശാന്തി വേണോ? ഭാഗന്റെ പുത്രൻ അംബരീഷിന്റെ ഓടിക്കുമെന്നാ പറഞ്ഞു. നിനക്കിപ്പോ ശാന്തി വേണം. എന്താണ്? പുറയിലെ സുദർശനമുണ്ട്, അതിനൊരു ശാന്തി കിട്ടണം, സമാധാനം കിട്ടണം. എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എന്താ? ഞാനിപ്പോ എന്റെ ഭക്തന്റെ അടിമയാണ്. അടിമയ്ക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ ഭക്തന്റെ അടിമയായി പോയില്ലേ, എനിക്ക് ഒന്നും നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഞാനിപ്പോ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഏക വ്യക്തി നാഭാഗ ത്വനയാൻ നൃപ. ആ നാഭാഗന്റെ പുത്രൻ അംബരീഷനുണ്ട്. ഒന്ന് പോയി അയാളുടെ കാരുണ്യം കൊണ്ട് നീ രക്ഷപ്പെടും, ഓടിക്കോളുന്ന പറഞ്ഞു. അപ്പോ അങ്ങനെ ദുർവാസർ നേരെ തിരിച്ചു വന്ന് അംബരീഷിന്റെ കാലിൽ വീഴുന്നു. അംബരീഷനൊന്നും ചെയ്യായിരുന്നു. നന്നായി, ഒരു സന്തോഷം. നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിച്ച ആൾക്കൊരു ശിക്ഷ ഭഗവാൻ കൊടുത്തു. ഭഗവാനെ താങ്ക്സ് അല്ലെ, നന്നായി പാഠം കൊടുത്തില്ലേ, എന്നെ രക്ഷിച്ചില്ലേ. ഇതൊരു അഹങ്കാരാണ്. അത്ര ഇത് അഹങ്കാരം. നമ്മളൊന്നും വലിയ ഭക്തൻ, നമ്മളെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യണം, നമുക്കത് കഴിവുണ്ട്, അത് ചെയ്തിരിക്കണം, ചെയ്തത് നന്നായി. ഇതൊരു അഹങ്കാരാണ്. അത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. അഹങ്കാരത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഹങ്കാരത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ
അപ്പൊ അംബരീഷൻ അതുപോലും ചെയ്തില്ല. എന്താ പറഞ്ഞത്? അയ്യോ മഹർഷി, എന്തൊരു അപരാധിയാണ് ഞാൻ, അങ്ങന്റെ കാലിൽ വീഴാൻ ഞാൻ എന്താ അപരാധം ചെയ്തു അല്ലെ? ഒരിക്കലും പഠിച്ചില്ലേ? നന്നായി കിട്ടിയില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 2 ഡയലോഗൊക്കെ പറഞ്ഞ് ദുർവാസന ഒന്ന് ചൊടിപ്പിക്കായിരുന്നു. പക്ഷെ നടന്നില്ല. അംബരീഷൻ കറകളഞ്ഞ ഭക്തനാണ് നിരൂപിക്കാണ് ഓരോ സന്ദർഭത്തിൽ. എന്നിട്ട് ഈ അംബരീഷൻ പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ദുർവാസന വേണ്ടി പ്രാർത്ഥിക്കണം. ആരോട്? സുദർശനം. സുദർശനം പറഞ്ഞ എന്താ? നല്ല ദർശനം. ദർശനം പറഞ്ഞ ഭഗവത് ദർശനം. സു പറഞ്ഞ സുമംഗളം, നല്ല ദർശനം. അതാണ് സുദർശനം. ഇപ്പൊ സുദർശൻ ചക്രത്തിനെ ദർശിക്കുന്നത് ഭഗവാനെ ദർശിക്കുന്ന തുല്യമാണ്. ആ സുദർശനോട് പറയാം, സുദർശനം നമസ്തുഭ്യം സഹസ്രാച്യുത പ്രിയ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആള് സുദർശനമാണ്. എന്നിട്ട് പറയണം, സഹസ്ര അച്യുത പ്രിയ സർവ അസ്ത്രം എന്ന എല്ലാ അസ്ത്രങ്ങളുടെയും ഗതിൻ വിപ്രയ. എല്ലാ അസ്ത്രങ്ങളും വലിയൊരു അസ്ത്രമാണ് സുദർശനം അല്ലെ? സുദർശന ചക്രം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഭഗവാനില്ല. അപ്പം സ്വസ്തി ഭൂയ അതിസ്പദ എന്ന് വെച്ചാൽ ഇത്രയും സുദർശന ചക്രം വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നെ രക്ഷിക്കാനായിട്ട് ഈ ഒരു സന്ദർഭത്തില്? എന്നിട്ട് ആ പ്രാർത്ഥിക്കാണ്. സ്വനിഷ്ഠിത. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഞാൻ എന്തെങ്കിലും ഈ ജീവിതത്തിൽ ഞാൻ നല്ല ഒരു പുണ്യം ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാനിപ്പോ അങ്ങേക്ക് തരികയാണ്. ആരോട്? സുദർശനോട്. എന്തിന്? ഈ ദുർവാസന ക്ഷമിക്കാൻ. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര കരുണയാണ്. ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും പറയാം. എന്നിട്ട് പറയാം, ഞാൻ ചെയ്ത എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളൂ, ദുർവാസന രക്ഷിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതുവരെ ആരും ചെയ്തിട്ടില്ല. എത്ര സിമ്പിൾ ഓഫ് ദ സിംപ്ലസ്റ്റ്. ഹൃദയത്തിൽ ഇത്രയും ലളിതമായിട്ടൊരു ഭക്തനാണ്. ഇതാണ് കൃഷ്ണാവബോധം. എന്നുവെച്ചാൽ ഒരു അഹങ്കാരം തെല്ലുമില്ലാതെ ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ അപ്പോഴും ഞാൻ ചെയ്ത പുണ്യങ്ങളെല്ലാം സുദർശനം അർപ്പിച്ചുകൊണ്ട് ഈ ദുർവാസനോട് ക്ഷമിക്കണം എന്നാ പറയുന്നത്. കുലം നോ വിപ്ര ദൈവാത്മ. ഈ വിപ്ര എന്ന് പറഞ്ഞ ഈ ബ്രാഹ്മണൻ, ഏത് ബ്രാഹ്മണൻ? ദുർവാസൻ ബ്രാഹ്മണനാണ്. ഈ ബ്രാഹ്മണനെ ക്ഷമിക്കണം, ബ്രാഹ്മണനെ ക്ഷമിക്കണം. തുജ ഭാതു വിജിസ്വര. ഈ ത്വജനെ ഇത് രക്ഷിച്ച് ക്ഷമിക്കണം എനിക്ക് വേണ്ടിയിട്ട്. കാരണം എന്റെ പുണ്യമെല്ലാം ഞാൻ തരാം, ഇതിനു വേണ്ടി ക്ഷമിക്കാം. അപ്പൊ ദുർവാസർ ഇതെല്ലാം കണ്ടിട്ട് അപ്പോഴാണ് ദുർവാസർക്ക് ബുദ്ധി വന്നു. എന്താണ്? ഓ, ഞാൻ എത്ര അപരാധിയായിരുന്നു, എന്ത് മഹാനാണ് ഈ അംബരീഷന്. ദുർവാസരക്കിനെ തൊഴിൽ. ദുർവാസ ഉവാച അഹോ അനന്തദാസാനാം മഹത്വം ദർശിതം അദ്യമേ. ദുർവാസർക്കേ ബുദ്ധി വന്നു. ഇത്രയും ദേഷ്യമുള്ള ഒരു ദുർവാസർക്ക് എന്ത് മനസ്സിൽ ഇത്രയും മനസാന്തരമുണ്ടായി? എന്താന്ന് വിചാരിച്ചത്? മഹത്വം. ആരുടെ മഹത്വം? ദുർവാസരുടെ മഹത്വം ആർക്ക് ബോധ്യായി? ഇപ്പോ അല്ല, അംബരീഷന്റെ മഹാത്മ ആർക്ക് ബോധ്യായി? ദുർവാസർക്ക്. അപ്പം അനന്തദാസാണ്. അങ്ങ് ഭഗവാന്റെ അനന്തദാസന്മാരിൽ ദാസനാണ്. ഭഗവാൻ പറയുന്നത് ഭക്തേ ഭക്തജനപ്രിയ. എന്റെ ഭക്തന്മാരുടെ എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞപ്പോ അഹോ അനന്തദാസാനാണ് മഹത്വം ദർശിതം ഏതമേ. അപ്പം ഞാൻ എത്ര ബുദ്ധിമുട്ടിച്ചു. കൃഷ്ണകസോ അപിയത് രാജൻ. രാജ, നിങ്ങളെ ഞാൻ എത്ര ആദ്യം ബുദ്ധിമുട്ടിച്ചു അല്ലെ? എന്നിട്ട് പോലും മംഗളാനിച്ച് സംഹിഷ. എനിക്ക് വേണ്ടി, എന്റെ മംഗളത്തിന് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലോ. ഇതെന്തൊരു ഉയർന്ന അവസ്ഥയാണ്. അങ്ങനെ ദുർവാസാവ് അംബരീഷനെ മനസ്സിലാക്കി. എന്നിട്ട് അംബരീഷൻ പറയുന്നുണ്ട്, എന്നാമശ്രുതി മാത്രേന പുമാൻ ഭവതി നിർമ്മല. എങ്ങനെയാണ് നിങ്ങളെല്ലാം നിർമ്മലന്മാരാവാതിരിക്കുക?
നിങ്ങളെപ്പോലെ ഭക്തന്മാർ എങ്ങനെ നിർമ്മല മനസ്സില്ലാതാവുക? കാരണം എന്നാമ ശ്രുതി മന്ത്രേന, എപ്പോഴും കൃഷ്ണമന്ത്രമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്. ആ കൃഷ്ണന്റെ അതേ സ്വഭാവം വരെ നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം എന്താ? ഭൃഗുമുനി ചെന്ന് നേരെ ചവിട്ടിയല്ലോ ഭഗവാന്റെ ഹൃദയത്തില്, മാറിന് ചവിട്ടിയല്ലോ. ആ സമയത്ത് ഭഗവാൻ എന്താ എണീച്ചത് പറയുന്നു, അയ്യോ മുനെ, എന്താ പറയാ, കരുണാത്മാ മഹാമുനി, എന്നോട് കരുണ കാണിക്കണേ. അതുകൊണ്ടാ ഇപ്പോഴും ആ ഭൃഗുമുനിയുടെ ചവിട്ടുപടി ഇപ്പോഴും ഹൃദയത്തിൽ ചുമക്കാണ്. പാരാജിയുടെ ഹൃദയത്തിൽ കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട് അവിടെ. ആ ചവിട്ട് എനിക്ക് ഭൂഷണമാണ്. ഞാൻ അഹങ്കാരിയാണെന്ന് ഈ ലോകം അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയാണ്. ഞാൻ എന്തൊരു അഹങ്കാരിയാണ്. സാധുക്കൾ വരുമ്പോ എണീച്ചിരിക്കണം, മര്യാദ പോലും എനിക്കുണ്ടായില്ല. അപ്പോ ഇന്ന് ആ ഭഗവാന്റെ പരമ്പരയിൽ വരുന്ന അംബരീഷത്തിന് എങ്ങനെയുണ്ടാവും പറയുന്നത്? ഭഗവാനെ പോലെയില്ലേ ഭക്തന്മാരുണ്ടാവും. യഥാ രാജ തഥാ പ്രജ. ഭക്തന്മാര് ഭഗവാനെ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയും, എന്റെ ഭക്തന്മാർ എന്റെ സ്വഭാവം തിരിച്ചു പിടിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ക്വാളിറ്റേറ്റീവ്ലി 1 എന്ന് പറയുന്നത്. നമ്മള് ഭഗവാന്റെ സ്വഭാവത്തിൽ ഒന്നാണ്, അളവിൽ വ്യത്യാസം അല്ലെ? അപ്പൊ നമ്മൾ ഭഗവാന്റെ അതേ തുല്യ സ്വഭാവത്തിൽ എന്ന് എത്തുമോ അന്നേ നമുക്ക് വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ പോലെ തന്നെ സ്വഭാവമുള്ളവരായിരിക്കും. അതുകൊണ്ട് ദുർവാസർ പറഞ്ഞു, എങ്ങനെയാ പിന്നെ അങ്ങനെയുള്ള ബുദ്ധി ഇല്ലാതിരിക്കുക? നിങ്ങൾ ഇങ്ങനെ ഇല്ലെങ്കിൽ അതിശയിക്കുള്ളൂ. കാരണം അംബരീഷിന്റെ സ്വഭാവം ഭഗവാന്റെ റെപ്ലിക്കയാണ്. അതേ ഒരു പ്രതിബിംബമാണ് ഞാനിവിടെ കണ്ടത്. ഭഗവാന്റെ അതേ സ്വഭാവമാണ് ഞാൻ ഭക്തന്മാരിൽ കാണുന്നത്. ഈ സ്വഭാവം കണ്ടല്ല ആർക്കാണ് ഹൃദയമറിയാതെ. അപ്പോ തസ്യ തീർത്ഥപദാകിംബ ദാസാനാം അവിശിഷ്യതേ. ഈ ദാസന്റെ പാദതീർത്ഥം ഞാൻ സ്പർശിച്ചതുകൊണ്ട് ഞാൻ പുണ്യനായി എന്നാരാ പറഞ്ഞു? ദുർവാസ. അങ്ങനെ തീർത്ഥക്കുർവന്തി തീർത്ഥാനി, എവിടെയെല്ലാം ഭക്തന്മാരുണ്ടോ അത് പുണ്യതീർത്ഥങ്ങളാണ്. അങ്ങനെയാണ് ന്യൂയോർക്ക് പുണ്യതീർത്ഥമായത്. പ്രഭുപാദ ചവിട്ടുപടി കിട്ടിയപ്പോ. പ്രഭുപാദക്ക് ഹരേ കൃഷ്ണ.